പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വരക്കാൻ പോണത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ ചെറിയൊരു അസൂയയോട് കൂടിയൊക്കെ കാണുന്നൊരു വ്യക്തിയാണ്. ആഷിഖ്, ആർട്സ് ഓഫ് ആഷിഖ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള നമ്മളെ ആഷിഖ് ലൈവായിട്ട് ആളുകളെ കണ്ടുകാണ്ട് വരക്കുന്ന, അതും പക്ക ഒറിജിനലായിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരക്കുന്ന നമ്മൾ ആഷിഖ്. അപ്പോൾ ആഷിഖിനെയാണ് ഇന്ന് നമ്മൾ വരക്കാൻ പോണത്. ആഷിഖിനെ വരച്ചിട്ട് നമ്മൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പരിപാടി. നമ്മൾ ആഷിഖിൻ്റെ യൂട്യൂബ് ചാനൽ തുറന്നാൽ നമുക്ക് മനസ്സിലാവും ആൾ എത്രത്തോളം പുലിയാണെന്നുള്ളത്. ആർട്സ് ഓഫ് ആഷിഖ് എന്നാണ് ചാനലിൻ്റെ പേരിട്ടോ. അപ്പോൾ നമുക്ക് വരയ്ക്കല്ലേ. ഇന്ന് നമ്മൾ വരക്കണ രീതിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ വരക്കണ രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ വരക്കണം എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരും. വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഷിഖിൻ്റെ ഈ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്, പ്ലേ ബട്ടണൊക്കെ പൊടിച്ച് നിൽക്കണേ. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു പ്രിൻ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ അതിന്മേൽ ഗ്രിഡ് ഇടുകയാണ്. കറക്റ്റ് ഒരു അളവിൽ ഞാൻ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഗ്രിഡ് ഇടുന്നത്. വരക്കാൻ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരക്കാം. ലൈന് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈന് ചെരിവൊന്നും വരാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരക്കാൻ ശ്രമിക്കുക. ചെരിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വരക്കുന്ന ചിത്രത്തിന് ചിലപ്പം ചെരിവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വൃത്തികേടാവും. വരക്കാൻ പഠിക്കുന്ന ആളുകളൊക്കെ പ്രിൻ്റ് എടുക്കുമ്പോൾ A4 ഷീറ്റിൽ വലുപ്പത്തിൽ തന്നെ എടുക്കുകയാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് വരക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഗ്രിഡൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഓരോ കോളത്തിനും നമ്പർ കൊടുക്കണം. താഴോട്ട് 1 2 3 അങ്ങനെ, അതുപോലെ വലത്തോട്ട് 1 2 3 അങ്ങനെ എത്ര കോളുണ്ടോ അതിന് ഫുള്ള് നമ്മൾ നമ്പർ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രിഡ് ഇടലൊക്കെ പൂർത്തിയായി. ഇതുപോലെയാണ് നമ്മളെ ഫോട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഏത് പേപ്പറിലാണോ വരയ്ക്കണത് ആ പേപ്പർ എടുത്തുകൊണ്ട് ഞാൻ A4 ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ വരയ്ക്കുക. ഗ്രിഡ് തന്നെ നമ്മൾ അതിൽ വരച്ചതുപോലെ. എന്നിട്ട് നമ്മൾ പ്രിൻ്റിൽ ഓരോ കോളത്തിനും നമ്പർ കൊടുത്ത മാതിരി ഇതിലും കൊടുക്കുക. നമുക്ക് ഫോട്ടോ വലുപ്പം വേണമെങ്കിൽ നമ്മൾ അവിടെ 1 സെൻറ്റിമീറ്ററിൽ എടുത്തത് 1 സെൻറ്റിമീറ്റർ നമുക്ക് 1.5 സെൻറ്റിമീറ്റർ ആക്കാം, 2 ആക്കാം. അതിനനുസരിച്ച് നമ്മളെ ഫോട്ടോ ഇങ്ങനെ വലുതായി വരും. A4 ഷീറ്റിൽ ഞാൻ ഇപ്പോൾ ഇതിലെടുത്തത് 1.5 സെൻറ്റിമീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ ഉള്ളത് നമ്മളത് 1.5 സെൻറ്റിമീറ്റർ ആക്കി. അപ്പോൾ നമ്മളെ ഫോട്ടോ കുറച്ചും കൂടി വലുപ്പത്തിൽ വന്നു. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈനൊക്കെ വരച്ചു. ഇപ്പം നമ്മൾ വരയൊക്കെ കഴിഞ്ഞ് കളറിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്തു. അപ്പോൾ നമ്മൾ ഫോട്ടോ കൊണ്ട് ആഷിഖിനെ കാണാൻ പോകാൻ കേട്ടോ. ആഷിഖിൻ്റെ വീടൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് കണ്ടുപിടിക്കാന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോണത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടെത്തിയാൽ തന്നെ ആഷിഖ് അവിടെ ഉണ്ടോ അല്ലേ അതൊന്നും നമുക്കറിയില്ല. നമ്മളൊന്നും കൺഫേം ആക്കിയിട്ടില്ല. നമ്മളോട് പോവാണ്. നമുക്ക് ഈ ഫോട്ടോ കൊടുക്കാൻ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ആഷിഖ് അത്രയും മനോഹരമായി വരക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ട അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നൊക്കെ നമുക്കൊരു ആദ്യമില്ലാതില്ല. ആഷിഖിൻ്റെ ഒരുപാട് വീഡിയോ വൈറലായിട്ടുണ്ട്. പെറ്റിയടിപ്പിച്ച പോലീസുകാരനൊക്കെ വരച്ചത് മിനിറ്റുകൾ കൊണ്ട് തന്നെ ധാരാളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടത്. അപ്പം നമ്മൾ പാണ്ടിക്കാട് അങ്ങാടിയിൽ എത്തിക്കാണ്ട് 1-2 ആൾക്കാർ ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടി. അപ്പം നമ്മൾ ഏകദേശം വീടിൻ്റെ അവിടേക്ക് എത്താനായിക്കണേ. ഇനി ആളവിടെ ഉണ്ടായാൽ മതി. നമ്മളന്നത്തെ ക്യാമറമാനാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ അകത്തേക്ക് സിറ്റ് ഔട്ടേക്ക് കയറിയിരുന്നു. ആളിവിടെ ഉണ്ട്. എന്താണ് ആൾ വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മളൊരുപാട് നേരം സംസാരിച്ചു. നമ്മളൊരുപാട് സംശയങ്ങൾ ആഷിഖിനോട് ചോദിച്ചു. അതൊക്കെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടി. കാരണം നമ്മൾ ചെറുതായിട്ട് വരക്കുന്ന ആളാണല്ലോ. നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. എങ്ങനെ വരക്കേണ്ടത്, ഏത് പേപ്പറാണ് ഉപയോഗിക്കേണ്ടത്, അതൊക്കെ നമുക്ക് കറക്റ്റായി പറഞ്ഞു തന്നു. അപ്പം നമ്മൾ ഫോട്ടോ കൈമാറാൻ പോകുകയാണ്. നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആഷിഖിനോട് പറയണത്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരിക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ ചിരിയും അതുപോലെ പോസിറ്റീവ് വൈബൊക്കെ
ഒരു പൂ ചോദിച്ചിട്ടൊരു പൂന്തോട്ടം കിട്ടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മളത്. കാരണം അതിനും മാത്രം അത്രയും ഹാപ്പിയായി, നമ്മൾ അത്രയും ഹാപ്പി ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ നിങ്ങൾ ആഷിഖിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് തുറന്നു നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആർട്ട് ഓഫ് ആഷിഖ് എന്നാണ് ചാനലിൻ്റെ പേര്. അടിപൊളി ചിത്രങ്ങൾ ലൈവായിട്ട് വരയ്ക്കണ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.